ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടിട്ട് മനസ്സ് നിറഞ്ഞ് തുളുമ്പി പണ്ടാരടങ്ങി വന്നാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. സത്യമായിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ ഈ അടുത്ത കാലത്ത് തിയേറ്ററിൽ പോയി ഇത്രയും ചിരിച്ച ഒരു പടം വേറെ ഇല്ല. ഈ അടുത്ത കാലത്ത് ഇത്രയും പൊട്ടിച്ചിരിച്ച ഒരു ഒറ്റയ്ക്ക് ഞാൻ പടം കാണാൻ പോയി. ഒറ്റയ്ക്ക് ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയായിട്ടോ ആരുമായിട്ടില്ല, ഒറ്റയ്ക്ക് പോയിരുന്ന് ഞാൻ ആസ്വദിച്ച് ചിരിച്ച് എനിക്ക് സീരിയസ്ലി എനിക്ക് അവസാനമൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറെ കോമഡി വന്നിട്ട് എനിക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചിരിച്ചെനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് ഇനിയും ചിരിച്ചു കഴിഞ്ഞാൽ ആ ചിരിയുടെ പ്രഷർ കാരണം ഞാൻ അവിടെ പെടുക്കും എന്നൊരവസ്ഥയിലോട്ടായിട്ട് ഞാൻ ചിരി എൻ്റെ കൺട്രോൾ ചെയ്ത് നിൽക്കേണ്ടി വന്നു. അത്രയും ഒരു ചിരിപ്പിച്ച ഭയങ്കര ഒരു ഫീൽ ഗുഡിന്റെ അപ്പൻ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫീൽ ഗുഡ് മൂവി. അയ്യോ, എന്ന് പറയേ പറയുന്നത്, നിങ്ങൾ പോയി കാണുക. ഓണം ആര് തൂക്കി, ഏത് പടം തൂക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ പേര്, ബെത്ലഹേം കുടുംബ യൂണിറ്റ് തൂക്കി. അതിനകത്ത് വേറെ അപ്പീലില്ല. ഈ പടം ഞാൻ ആക്ച്വലി ഇന്ന് രാവിലെ 9 മണിക്കത്തെ ഷോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തവനാണ് ഞാൻ. എന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. കൃത്യം 8:57 ആയപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് എനിക്ക് പെട്ടെന്ന് ചാടിത്തുള്ളി പോയി കഴിഞ്ഞാൽ അവിടെ എത്തും. പക്ഷെ എനിക്ക് തുടക്കം തൊട്ട് കാണണം. അല്ലാതെ ഇടയ്ക്കൂടെ വന്ന് കയറുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൂടെ വന്ന് കയറുന്ന ആൾക്കാർ, എനിക്ക് ഭയങ്കര അരോചകമാണ്. അത് നമ്മൾ അങ്ങനെ ഒരു അരോചകമാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ ഞാൻ അടുത്ത ടിക്കറ്റ് ബുക്ക് ചെയ്തു, 2:30 ഷോ. അങ്ങനെയാണ് ഇപ്പൊ പോയി കണ്ടിട്ട് വരുന്നത്. ഞാൻ 2 ടിക്കറ്റാണ് ഇവർക്ക് വേണ്ടി ദാനം ചെയ്തത്. പക്ഷെ ആ 2 ടിക്കറ്റും എനിക്ക് മുതലായി. ഈ പടം കണ്ട് സത്യമായിട്ടും ആ 2 ടിക്കറ്റും മുതലായി. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടപ്പെട്ടു. ഉള്ള കാര്യം പറയാല്ല, ഭയങ്കര ഫീൽ ഗുഡ്. ഞാൻ ഈ അടുത്തിടെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഫീൽ ഗുഡ് ആയിട്ട് ഇതിന് മുമ്പ് എനിക്ക് തോന്നിയ ഒരു പടം എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ഫാമിലിയാണ്. അത് ഇതുപോലെ ഞാൻ ആസ്വദിച്ച് കണ്ട ഒരു പടമാണ്, തമിഴിലെ ടൂറിസ്റ്റ് ഫാമിലി. അതിനുശേഷം അതിനേക്കാളും ഒരു എനിക്ക് കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ടായിരിക്കണം എനിക്ക് ഇത്രയും അങ്ങ് ഭയങ്കരമായിട്ട് ഇത് കിട്ടിയത്. കുറെ കാര്യങ്ങൾ അതിനകത്ത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണപ്രായം തികഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പെരൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു യുവാവ്. ഏതാണ്ട് ആ ഒരു അവസ്ഥയാണ്. ഈ നവംബർ 27 31 വയസ്സാവും. എൻ്റെ കൂടെ പഠിച്ച് ഇറങ്ങിയവന്മാരൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളായി. നാളെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അന്നേരം അതിനു വേണ്ടി പോവാണ്. ഈ സിനിമയ്ക്കകത്തും അതുപോലൊരു വകുപ്പുണ്ട്. അന്നേരം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ, ഇതിന്റെ ബേസിക് പ്ലോട്ട് വരെ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു ഗൈസ്. സീരിയസ്ലി ഞാൻ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. അപ്പം ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഓണം തൂത്ത് വരി കൊണ്ടുപോയി. ഗിരീശ്വരിയുടെ പല പടങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പുള്ളിയുടെ പടങ്ങളൊക്കെ ഞാൻ ആസ്വദിച്ചിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് പുള്ളി ചെയ്തു വെച്ചിട്ടുള്ളതിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് വർക്കായിട്ട് തോന്നിയത് ഈ പടമാണ്. പ്രേമലു ആണ് ഇദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് പടമായിട്ട് കണക്കാക്കുന്ന, ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ പടം. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല. അത് ഭയങ്കര കുറച്ച് ഓവർ റേറ്റഡ് പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രേമലു ജസ്റ്റ് ഒരു ഓക്കെ മൂവി ആയിരുന്നു അത്. പക്ഷെ ഈ ഒരു പടമാണ് ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത ഏറ്റവും ബെസ്റ്റ് പടം. അത്ര ഇതിനകത്ത് കോമഡി ആണെങ്കിലും ഒരു വൾഗർ കോമഡി പോലും ഇല്ല. എല്ലാം ക്ലാസ്. സീരിയസ്ലി ഞാൻ ഒറ്റയ്ക്കാണ് പടം കാണാൻ മോസ്റ്റ്ലി പോകാറുള്ളത്. അന്നേരം ഞാൻ എൻ്റെ ഒരു ബൗണ്ടറി വിട്ട് ഞാൻ കടന്നിങ്ങനെ പൊട്ടിച്ചിരിച്ച് ഓപ്പോസിറ്റ് അടുത്തിരിക്കുന്ന ആൾക്കാരെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കിയോ ഒന്നും ചെയ്യാറില്ല. ഓക്കെ, പക്ഷെ ഈ പടത്തിനകത്ത് എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. പലതും ഞാൻ പൊട്ടിച്ചിരിച്ച് കൈയടിച്ച് ബഹളം വെച്ച് ആ ഒരു രീതിയിൽ ഞാനിത് ചിരിച്ചു പോയി. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന ആളും ഇപ്പുറത്തിരിക്കുന്ന ആളും ഇതേ രീതിയിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഒരേ വൈബിൽ ആസ്വദിക്കുന്നുണ്ട് ആ പടം. അപ്പോൾ നമുക്ക് ഓക്കെ, ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ബഹളം വെക്കുകയാണ്, ചിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നുന്നില്ല. അത്രയും ആളുകൾ അത് എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. അത് പല കോമഡിയും അയ്യപ്പ എന്നൊക്കെ വിളിക്കുന്ന അത് ആ പടം കണ്ടവർക്ക് മനസ്സിലാവും. ഐ മീൻ നമ്മുടെ ഹീറോ പടം കണ്ടവർക്ക് മനസ്സിലാവും അയ്യപ്പ കോമഡിയൊക്കെ. എല്ലാവർക്കും ആ ഒരു അയ്യപ്പ കോമഡി വർക്കാവുന്ന നോ ഐഡിയ. പിന്നെ നമ്മുടെ ഈ ഓണത്തിന് ഇറങ്ങിയ 2 പടങ്ങളും തമ്മിൽ ഒരു സാമ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പടത്തിന്റെ ഫസ്റ്റ് ഷോട്ട് കാണിക്കുന്നത് ഫ്ലൈറ്റ് ആണ്. ഒന്ന് ഖലീഫയ്ക്കകത്ത് ആദ്യം കാണിക്കുന്ന ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതാണ്. ഇതിനകത്തും ആദ്യം കാണിക്കുന്ന ഫ്ലൈറ്റിനകത്ത് ഒളിച്ചിട്ടുള്ള ഒരു ഷോട്ടാണ്. എങ്ങനെ അത് കോയിൻസിഡൻസ് ആയിട്ട് വന്നോന്ന് അറിയത്തില്ല. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് കാസ്റ്റിംഗ്. ഒരുപാട് ആൾക്കാരെ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടതും കാണാത്തതുമായിട്ടൊക്കെ ഉള്ള, അതുപോലെ തന്നെ ഗിരീശ്വരിയുടെ സിനിമകൾ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള കുറെ ആളുകളെ നമുക്കിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഒന്നിനൊന്നിനും മികച്ചതായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എടുത്ത് പറയേണ്ടത് നിവിൻ പോളി. മാൻ, ഒരു സമയത്ത് നിങ്ങളുടെ ഭയങ്കര സിനിമകളുടെ ഭയങ്കര കട്ട ആരാധകനായിരുന്നു ഞാൻ, നിങ്ങളുടെ സിനിമകളുടെ. അതിനുശേഷം നിങ്ങൾ ട്രാക്ക് മാറി വേറെ കുറെ രീതിയിൽ സഞ്ചരിച്ചു, പല റോള് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സ്ട്രോങ് സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്.
ഈ ഒരു ഐറ്റമാണ് നിങ്ങളുടെ സ്ട്രോങ് സാധനം. ആ ഒരു സാധനത്തിനെ വെട്ടിക്കാൻ നിലവിൽ വേറൊരു മനുഷ്യനില്ല, ഒരു മനുഷ്യനില്ല. അത് സർവ്വമായിലൂടെ ആണെങ്കിലും ഈ ഒരു സിനിമയിലൂടെ ആണെങ്കിലും തെളിയിച്ച ഐറ്റമാണ്. സീരിയസ്ലി നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ പടങ്ങളും ഇതേ ഫോർമാറ്റ് ചെയ്യുവാണെങ്കിൽ പോലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധനം നമുക്ക് ഇത് കുറെ കാലമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നമുക്ക് മിസ്സായി പോയൊരു സാധനമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു കാലത്ത് ഗോൾഡൻ ബോയ് ഓഫ് മലയാളം മൂവി എന്നറിയപ്പെട്ട് അല്ലെങ്കിൽ ഈ വാരികകളിലൊക്കെ എഴുതി വന്ന ആർട്ടിക്കിൾ അങ്ങനെയായിരുന്നു. നിവിൻ പോളി അഭിനയിച്ച പടങ്ങളെല്ലാം ഹിറ്റ് എന്ന് പറഞ്ഞ് ഗോൾഡൻ ബോയ് എന്ന് എഴുതി വെച്ച നടനാണ്. അതിനുശേഷം ഇങ്ങനെ ഉണ്ടായ ഒരു ഡൗൺഫോൾ. ആൻഡ് ഇപ്പോ ആ ഒരു പഴയ സാധനം നിങ്ങളിപ്പോൾ നിങ്ങളുടെ സിനിമയ്ക്ക് കാണിച്ചപ്പോഴത്തേക്ക് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന കണ്ടോ? ആളുകൾക്ക് എന്തോ ഒരു ഇഷ്ടമായിരുന്നു അറിയോ നിങ്ങളെ. അത് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഈ പടത്തിനോട് കിട്ടിയത് ഭയങ്കരമായി. ഞാൻ അത്ര എക്സൈറ്റഡ് ആണ്, സീരിയസ്ലി അത്ര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ സിനിമയുടെ കാര്യം പറയണത്. ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഒന്നും പറയാനില്ല, നിങ്ങൾ പോയി കാണുക, എൻജോയ് ചെയ്യുക, ചിരിക്കുക, വരിക. ഇതിനകത്ത് കഥയോ മണ്ണംകെട്ടോ ഒന്നും നോക്കണ്ട. ഒരു പക്ക ഒരു ഫീൽ ഗുഡ് ഐറ്റം, ഫീൽ ഗുഡിന്റെ ഒരു ടോപ്പ് ലെവൽ സാധനമായിട്ട് വരും. മേ ബി ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയാണ് എനിക്ക് സംസാരിക്കുന്നത്. അത്ര എക്സൈറ്റ്മെന്റ് ഉണ്ട്. പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര എക്സൈറ്റ്മെന്റ് ഉണ്ട്. പടം കണ്ടിട്ട് നമ്മൾ ഏറ്റവും സുഹൃത്തിലേക്ക് വിളിച്ച് പറയത്തില്ലേ, എടാ ഹളിയാ സൂപ്പർ പടം, ലൈക്ക് ഞാൻ അതുപോലെ വിളിച്ച് പറഞ്ഞു, എടാ പോയി കാണാ കിടിലം പടം എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ വിളിച്ച് പറയാറില്ല. ഞാൻ അതേ എക്സൈറ്റ്മെന്റ് കൂടിയാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. സീരിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാധനം. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. ആൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോ ഞാൻ ചെയ്തത് മറ്റേ ഖലീഫയുടെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ കാറിനകത്തിരുന്നിട്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാർ ഓടിച്ചുകൊണ്ടായിരുന്നു അത് റെക്കോർഡ് ചെയ്തത്. അതിൻ്റെ കമൻറ്റ് സെക്ഷൻ കുറേ ആളുകൾ നല്ല കമൻസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ കുറേ ആളുകൾ ഇവരുടെ ലൈസൻസ് കട്ട് ചെയ്യണം, അത് കട്ട് ചെയ്യണം, ഇത് കട്ട് ചെയ്യണം, കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു. കുറേ ആളുകൾ നല്ല രീതിയിൽ എന്നെ അഡ്വൈസ് ചെയ്യുന്ന പോലെ പറഞ്ഞു. അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ വണ്ടി ഓടിക്കുന്നത് കൃത്യമായി നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ ഞാൻ മനസ്സിലാവും എൻ്റെ കംപ്ലീറ്റ് കോൺസെൻട്രേഷനും റോഡിലാണ്. ഞാൻ എൻ്റെ ഫോണ് കൈ പിടിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. ഞാൻ കൃത്യമായ ഒരു സ്ഥലത്ത് ഹാങ് ചെയ്തിട്ട് ഞാൻ കറക്റ്റ് റോഡിൽ നോക്കിക്കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. വണ്ടി ഓടിക്കുന്ന സമയത്ത് പാട്ട് പോലും വെക്കാത്ത ഒരുത്തനാണ് ഞാൻ, എൻ്റെ കോൺസെൻട്രേഷൻ പോകരുത് എന്ന് വിചാരിച്ചിട്ട്, സത്യമായിട്ടും. പക്ഷെ അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ വേണ്ടി ഇരിക്കുന്ന കുറേ ആളുകളുണ്ട്, കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് വീണ് കിട്ടാൻ വേണ്ടിയിരിക്കുന്നത്. അത് എന്തെങ്കിലും ഒരു കാര്യം ഇനി എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, എന്നെ കുരിശിക്കേറ്റും. ആ രീതിയിലായിരിക്കും ഇന്നലത്തെ ആ ഒരു ഇൻസിഡന്റ്, ആ ഒരു സംഭവത്തോടു കൂടി എനിക്കത് മനസ്സിലായത്. നല്ല രീതിയിൽ കുറെ കമന്റ്സ് വരുന്നുണ്ട്, ഞാൻ അവരെ പറ്റിയല്ല പറയുന്നത്. പക്ഷെ അല്ലാതെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, അതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ തന്നെ ആലോചിച്ചു പോയി, ആദ്യമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിച്ചിട്ട് വീഡിയോ എടുക്കുന്ന വ്യക്തി ഞാനാണോ എന്ന്. എത്രയോ ആളുകൾ വണ്ടി ഓടിച്ചുകൊണ്ട് ഇന്റർവ്യൂ എടുക്കുന്നു, എത്രയോ ആളുകൾ വണ്ടിക്കകത്തിരുന്ന് വ്ലോഗ് ചെയ്യുന്നു, ട്രാവൽ വ്ലോഗ് ചെയ്യുന്നു. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഞാനൊന്ന് ആലോചിച്ച്, യൂട്യൂബിൽ ആദ്യമായിട്ട് വണ്ടിക്കകത്തിരുന്ന് വീഡിയോ ഇട്ട ഞാനാണോ, അത് ഓടിച്ചുകൊണ്ട് വീഡിയോ ഇട്ട ഞാനാണോ? സീരിയസ്ലി എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞ നല്ല കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്, അവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഇനി അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവില്ല. ഓക്കെ, സോ ആർക്കെങ്കിലും അത് കണ്ടിട്ട് ബുദ്ധിമുട്ടായെങ്കിൽ ഐ എം റിയലി സോറി. എൻ്റെ കുറെ ജെനുവിൻ ആയിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ട് എടുക്കുന്നു. എൻ്റെ ഭാഗത്ത് ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഞാൻ ഇനി എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വണ്ടിക്കകത്തിരുന്ന് വീഡിയോ എടുക്കേണ്ടി വരുവാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും മൂലയ്ക്ക് മാറ്റിയിട്ടിട്ട് വീഡിയോ എടുത്തോളാം. സോ കൂടുതൽ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഓണം തൂക്കി പോയി കാണുക. ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു ഗൈസ്. കൂടുതലൊന്നും പറയുന്നില്ല. ബൈ.